മകരസംക്രാന്തി ദിവസം കർണാടകത്തിൽ നടക്കുന്ന ഒരു ആചാരം നിങ്ങളെ കാണിക്കാം. മകരസംക്രാന്തി ദിവസം വൈകുന്നേരങ്ങളിൽ കാളകൾ സ്വന്തമായിട്ടുള്ളവർ അവയെ അലങ്കരിച്ച് അവരുടെ അമ്പലങ്ങളിലെത്തിക്കും. വളരെ മനോഹരമായിട്ടാണ് ഓരോരുത്തരും തങ്ങളുടെ കാളകളെ അലങ്കരിക്കുന്നത്. ചിലർ ബലൂണുകൾ വെച്ച് കെട്ടും, ചിലർ പൂമാലകൾ ചാർത്തും, വർണ്ണ നിറങ്ങൾ ചാർത്തി. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ തങ്ങളുടെ കാളകളുമായിട്ടെത്തും. വളരെ മനോഹരമായി അലങ്കരിച്ച കാളകളെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കാളകളുമായിട്ട് വരുന്നവരും കാളകളെ കൊണ്ടുവന്ന് കാത്തു നിൽക്കുന്നവരുടെയും ഒരു കൂട്ടമുണ്ട്. ഗ്രാമവാസികളെല്ലാവരും ഒത്തുചേരുന്ന ഒരു ആഘോഷം തന്നെയാണിത്. മുതിർന്നൊരു കാരണവർ അവിടെ ഇരുന്നൊരു വീഡിയൊക്കെ വലിക്കുന്നുണ്ട്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് ഓർമ്മിപ്പിക്കുന്നു. കുട്ടികളൊക്കെ അമ്പലങ്ങളിലേക്ക് പൂക്കളും കാഴ്ചകളും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കാളകളെ ചാടിക്കുന്ന, തീയിലൂടെ ചാടിക്കുന്ന സമയമെത്തി. കാളകൾക്കൊക്കെ നല്ല പേടിയുണ്ട്. അവ ചാടാൻ മുതലാക്കുന്നില്ല. പക്ഷേ കാളയെ നിർബന്ധിപ്പിച്ചാണ് ഓരോരുത്തരും ചാടിക്കുന്നത്. കൂടെ ഈ കാളയുടെ ഉടമസ്ഥരും ചാടുന്നുണ്ട് തീയിലൂടെ. ഈ ആചാരത്തിൻ്റെ പാരമ്പര്യം എന്താണെന്നൊന്നും വ്യക്തമായിട്ട് എനിക്കറിയില്ല. ചിലർ പറയുന്നു കാളകളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ്. മറ്റു ചിലർ പറയുന്നു കാളകൾ ഓരോ വർഷവും ഇങ്ങനെ ചാടിക്കുമ്പോൾ അവർക്ക് ആ യജമാനന് കൂടുതൽ സമ്പത്ത് ലഭിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെയുള്ള ഈ ആചാരങ്ങൾ കണ്ടുകൊണ്ട് തിരികെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങിയെത്തിയപ്പോൾ ആഘോഷങ്ങളുടെ ഭാഗമായ ചില പലഹാരങ്ങളുമായിട്ട് ഞങ്ങളുടെ സ്വന്തം കുമാർജി എത്തി. ആ പലഹാരങ്ങൾ കഴിച്ച് ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് അങ്ങനെ അവസാനം വരുത്തുകയാണ്.